നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത, മാസപ്പടി കേസിൽ CMRL-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി SFIO റിപ്പോർട്ട്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തൽ, ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ. ഇതിൽ സംശയമുണ്ട്, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് എന്ന തരത്തിലേക്കാണോ SFI ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും അനുജ, ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFI അന്വേഷണം റദ്ദാക്കണമെന്ന CMRL ഹർജിയിൽ വാദം തുടരവെയാണ് SFIO ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ CMRL എന്ന കരിമണൽ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്, ഈ CMRL നൽകിയ പണം അത് ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ നൽകിയതെന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ ചില കണ്ടെത്തലുകൾ, അതിൽ ചില തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി SFIO കോടതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് എന്നും SFIO വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ CMRL-നെതിരെ ഒരു ഗുരുതര വെളിപ്പെടുത്തലാണ് SFIO ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് നടത്തിയത്. ഒപ്പം തന്നെ ഈ CMRL-ഉം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാട് മാസപ്പടി കേസ്, അത് ആ ഒരു ദുരൂഹ പണമിടപാട് കേസ് പൂർത്തിയായിട്ടുണ്ട് എന്നും SFIO കോടതിയെ അറിയിക്കുകയുണ്ടായി. ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ, ഒരു പ്രമുഖ വ്യക്തിക്കാണോ പണം നൽകിയതെന്ന കാര്യങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി SFIO അറിയിക്കുന്നു. നിലവിൽ ഇനി ഈ കേസിൽ വാദം നടക്കുന്നത് ഈ മാസം 23-നാണ്. എന്തായാലും ഇന്ന് ഈ ഡൽഹി ഹൈക്കോടതി ഇതിൽ വാദം കേൾക്കവെയാണ് SFIO ഇത്തരം വെളിപ്പെടുത്തലുകൾ CMRL-നെതിരെ നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം നിലവിൽ SFIO നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്നതാണ്. തുടർന്ന് പ്രോസിക്യൂഷൻ നടപടികൾ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും SFIO വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ CMRL പറയുന്നത് ഇത്തരത്തിലൊരു കൈക്കൂലി എന്ന തരത്തിലേക്ക് ഒരു പണമിടപാടൊന്നും നടന്നിട്ടില്ല. മറിച്ച് ഈ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസിൽ SFI അന്വേഷണം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRL-ഉം വാദിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് CMRL എന്ന കരിമണൽ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അനുജ, മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. SFIO റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഇനി 24 പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയിലേക്കാണ്. MR അജിത് കുമാർ ഇനി DGP. വിജിലൻസ് അന്വേഷണവും ആരോപണങ്ങളും നേരിടുന്ന ADGP MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭയുടെ അനുമതി. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതിനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വത്ത് സമ്പാദനം, ഇങ്ങനെ നിരവധി ആരോപണങ്ങളെ ചുഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. ഇതിനു പുറമെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി MR അജിത് കുമാർ അടക്കമുള്ളവർക്ക് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. അജിത് കുമാർ ഉൾപ്പെട്ടിട്ടും ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനവോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. സ്ഥാനക്കയറ്റം നൽകിയതോടെ MR അജിത് കുമാറിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് അധാർമികമായ ഒരു നടപടിയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഭരണഘടനാ ചർച്ചയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ പോര്.
ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും പിരിഞ്ഞു. അംബേദ്കറോട് ചെയ്ത തെറ്റുകൾ മറയ്ക്കാനുള്ള നുണപ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. अभी एक फैशन हो गया है, आम्बेडकर 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 आम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഈ പരാമർശമാണ് വിവാദമായത്. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അവഹേളിച്ചെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. പിന്നാലെ ഇരുസഭകളിലും പ്രതിപക്ഷം JB മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധം കടുപ്പിച്ചു. प्रश्नकाल 321 321. അമിത്ഷാ രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. यहाँ पर अमित शाह ने उठाकर डिस्कशन में वो लाए थे. उन्होंने ये कहा था कि अम्बेडकर का इतना आप लोग उठ उठ के बोलते हो. പാർലമെന്റിൽ അംബേദ്കറുടെ ചിത്രം വെക്കുന്നത് കോൺഗ്രസ് വിലക്കിയെന്നും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്നും കേന്ദ്രമന്ത്രിമാരുടെ മറുപടികൾ. ഇപ്പോൾ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിമർശനം. ये बताया कि बाबा साहब अम्बेडकर के जीते जी कांग्रेस पार्टी ने अम्बेडकर जी का कैसा अपमान किया. അമിത്ഷയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത്. ചെയ്ത തെറ്റ് മറച്ചുപിടിക്കാനാണ് അമിത്ഷായുടെ പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസ് നുണപ്രചാരണം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിരോധത്തിലായി BJPയും കേന്ദ്ര സർക്കാരും. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ അമിത്ഷായെ പുറത്താക്കിയില്ലെങ്കിൽ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷാരോപണം തള്ളി അമിത്ഷാ രംഗത്തെത്തി. കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നാണ് അമിത്ഷായുടെ വിശദീകരണം. संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है. कांग्रेस पार्टी आरक्षण विरोधी पार्टी है. कांग्रेस पार्टी संविधान विरोधी पार्टी है. कांग्रेस पार्टी ने सावरकर जी का भी अपमान किया. कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. മറ്റൊരു വാർത്ത, വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെ വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പുനർവിഭജന ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നഗരസഭകളിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നെങ്കിലും അത് എങ്ങുമെത്തിയിരുന്നില്ല. അതിനിടെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി സർക്കാർ മുന്നോട്ടു പോയത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. ഇത് അന്തിമഘട്ടത്തിൽ എത്താനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ പണം ആവശ്യപ്പെടുന്നത് എന്തിനെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. 2016-17 വർഷങ്ങളിലെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് കോടതി പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച് കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു.
ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? വയനാട് ദുരന്തത്തിന്റെ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് ഇത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പണം റീഇംബേഴ്സ് ചെയ്യുമെന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകി. പിന്നാലെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ 181 കോടി SDRF-ൽ ഉണ്ടെങ്കിലും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെ വിനിയോഗം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചു. നേരത്തെയുള്ള കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു അപകട വാർത്തയാണ്. യാത്രാ ബോട്ട് മുങ്ങി 3 മരണം, 20 പേർക്ക് പരുക്ക്. എലിഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ടാണ് മുങ്ങിയത്. അപകട സമയത്തെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ മരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപകടം എങ്ങനെ സംഭവിച്ചു? വിശദാംശങ്ങൾ. ഒരു വലിയൊരു അപകടം മുംബൈയിൽ ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാവുന്നത്. മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് എലിഫന്റ് കേവ്സ് എന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുള്ളത്. അവിടേക്ക് യാത്ര പോയിക്കൊണ്ടിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ യാത്രാ ബോട്ടിൽ ഒരു സ്പീഡ് ബോട്ട് വന്നിടിച്ചതാണ് ഈ അപകടത്തിന് കാരണം. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് ഈ സ്പീഡ് ബോട്ട് നേവിയുടേതാണ് എന്നതാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ബോട്ട് വന്നിടിക്കുന്നതും അതേ തുടർന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഈ അപകട സമയത്ത് നേരത്തെ ഏതാണ്ട് 30ഓളം പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി തുടക്കത്തിൽ വന്ന വിവരം. എന്നാൽ അതല്ല, അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 80ഓളം പേരെങ്കിലും ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ 60ഓളം പേരെ ഇതിനോടകം തന്നെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ വേണ്ടി കഴിയുന്നത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇതോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ആളുകളെ രക്ഷിക്കാനുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും എലിഫന്റ് കേവ്സിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഉപയോഗിക്കാറില്ല. നമ്മളടക്കം ഒരു റൈഡിംഗ് റിപ്പോർട്ടിന്റെ ഭാഗമായി എലിഫന്റ് കേവ്സിലേക്ക് ഇതേപോലെ ബോട്ടിൽ യാത്ര ചെയ്തതാണ്. അന്ന് തന്നെ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യവുമാണത്. ലൈഫ് ജാക്കറ്റ് എല്ലാ യാത്രക്കാർക്കും ഒന്നും കൊടുക്കാറില്ല. അത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നും തന്നെ ഉണ്ടാകാറുമില്ല. അതുകൊണ്ടായിരിക്കാം ഈ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ 3 പേർ തുടക്കത്തിൽ തന്നെ മരിക്കുന്നു, കൂടുതൽ പേരെ കാണാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇപ്പോൾ രക്ഷാദൌത്യം ആ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നേവിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും യെല്ലോ ഗേറ്റ് പോലീസിന്റെ ബോട്ടുകളും ഒക്കെ തന്നെ അവിടേക്ക് എത്തി ഈ രക്ഷാദൌത്യം നടക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് കുറച്ച് അകലെയാണ് ഈ അപകടം നടന്ന ഉറാൻ മേഖല. ഏതായാലും അവിടെ ഇപ്പോൾ രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേറ്റ്വേയിലേക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടവരെയൊക്കെ തന്നെ ഇപ്പോൾ എത്തിക്കുന്നുമുണ്ട്. ഏതായാലും രക്ഷാദൌത്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനുജ, മുംബൈയിലാണ് യാത്രാ ബോട്ട് സ്പീഡ് ബോട്ടുമായി കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു എന്നതിപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്ഥിരീകരിച്ചത് 3 മരണം എന്നതാണ്. 80 പേർ ബോട്ടിലുണ്ടായിരുന്നു എന്നതാണ് വിവരം. 20 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അവിടെ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എലിഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ടാണ് സ്പീഡ് ബോട്ടുമായി കൂട്ടിയിടിച്ചത്. മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അരീക്കോട് ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്താണ് എന്ന ആരോപണവുമായി കുടുംബം. അജിത്തിനെ മാറ്റി നിർത്തി വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അജിത്തിന്റെ വ്യക്തിവിരോധമാണ് വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് കമാൻഡോ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കടുത്ത മാനസിക പീഡനം SOG ക്യാമ്പിലെ കമാൻഡോ ആയിരുന്ന വിനീത് അനുഭവിച്ചിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2021 വിനീതിന്റെ സുഹൃത്ത് സുനീഷ് SOG ക്യാമ്പ് ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണിരുന്നു. കൃത്യസമയത്ത് AC അജിത്ത് ഉൾപ്പെടെയുള്ളവർ ചികിത്സാ സൗകര്യം ഒരുക്കാത്തതുകൊണ്ട് സുനീഷ് മരണപ്പെട്ടു. ഇത് പിന്നീട് നടന്ന യോഗത്തിൽ വിനീത് ചോദ്യം ചെയ്തു. ഇതോടെ അജിത്തിന്റെ കണ്ണിലെ കരടായി വിനീത് മാറിയെന്നും
പലപ്പോഴായി വ്യക്തിവിരോധം തീർത്തുവെന്നും 9 സഹപ്രവർത്തകർ കേസ് അന്വേഷിക്കുന്ന കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് മുൻപാകെ മൊഴി നൽകിയതായാണ് വിവരം. വിനീതിന്റെ കുടുംബവും AC അജിത്തിനെതിരെ രംഗത്തു വന്നു. അവധി പോലും കൊടുക്കാതെ പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ. ലീവ് കൊടുക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ വൈഫിനെ കാണിക്കാൻ ലീവ് വെച്ചിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ അരീക്കോട് ക്യാമ്പ് പോയാലും ഭയങ്കര പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ അവൻ്റെ കൂടുതൽ ആൾ മരിച്ചിട്ട് അതിന് ആ സാറാ ചോദിച്ചതിൻ്റെ വ്യക്തിപരമായിട്ട് തീർക്കുന്നതാണ് തോന്നുന്നത്. അത് സാർ പക പോക്കിയാണോ ഇവന് ജീവൻ കൊടുത്താണ് മറ്റേ ഇവൻ്റെ ഇതുവരെ ഇവൻ്റെ കൂട്ടുകാർക്ക് ഇനി സംഭവിക്കൂടാന്നില്ലല്ലോ. ഇതിന് മുമ്പേ അയച്ചിട്ട് ആ സാറിന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ക്യാമ്പുകളിൽ കഠിനമായ പരിശീലനത്തിന് ഇരയാകേണ്ടി വന്നു. നവംബറിലെ റീഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെട്ടപ്പോൾ SOG ക്യാമ്പ് വൃത്തിയാക്കുന്ന ജോലിയാണ് ഏൽപ്പിച്ചത്. ഇതെല്ലാം ചെയ്തിട്ടും ലീവ് നൽകിയില്ല. ഇതോടെ കടുത്ത മാനസിക വിഷമത്തിലായെന്നും സഹപ്രവർത്തകരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ AC അജിത്തിനെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 24 മലപ്പുറം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.